യജമാനോടുള്ള കൂറ് കാണിക്കാൻ നായകൾ വാലാട്ടും. നമുക്കറിയാം, ഇപ്പോൾ ദാ ജോ ബൈഡൻ തൻ്റെ യജമാനോടുള്ള കൂറ് കാട്ടിയിരിക്കുന്നു. യജമാനന് ഒരു മികച്ച പുരസ്കാരം കൊടുത്തിട്ടാണ്, അതെ, പ്രസിഡൻസ് മെഡൽ ഓഫ് ഫ്രീഡം, അതെ, സ്വാതന്ത്ര്യത്തിനായുള്ള പ്രസിഡന്റിൻ്റെ പുരസ്കാരം കൊടുത്തിട്ടാണ് ബൈഡൻ പടിയിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാലം അത്രയും ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ജോർജ് സോറോസാണ് ഫണ്ട് ചെയ്യുന്നത്. ബൈഡൻ, കമലാ ഹാരിസ്, ഹിലാരി ക്ലിൻ്റൺ, ഇവരൊക്കെ ഹിലാരി ക്ലിൻ്റനും അവാർഡ് ഉണ്ടല്ലേ, അവരൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടി ആ കൂട്ടത്തിൽ മെസ്സിയെ കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണല്ലേ? ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്, സോറോസാണ് ഫണ്ടർ. അല്ല, അതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ളത് ഈ ജോബ് ബൈഡൻ എന്ന് പറയുന്ന കക്ഷിയെ പോലെ ഇത്ര എന്താ പറയുക, ഒരു വികല മനസ്കന അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു വികല മനസ്കൻ കണ്ടിട്ടുണ്ടാവും തോന്നണില്ല. കാരണം ഒരു ലജ്ജയും കൂടാതെയാണ് മകനെ എക്സോണറേറ്റ് ചെയ്ത് എല്ലാ കേസിൽ നിന്നും പവർ ഉപയോഗിച്ചു. പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ട് മകനെ കുറ്റവിമുക്തനാക്കിയ ഇതിനു മുമ്പ് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല. നമ്മുടെ ഇന്ത്യയിലാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു കോലാഹലമായിരിക്കും. ഇന്ത്യൻ പ്രസിഡന്റിനും ഒരുപക്ഷെ ഇതുപോലെ തന്നെയും അധികാരമുണ്ട്, പക്ഷേ ചെയ്യില്ല. അധികാരമുണ്ട്, പക്ഷേ ചെയ്യില്ല. കാരണം അതങ്ങനെ ചെയ്യേണ്ടതല്ലല്ലോ. ഇത് അമേരിക്കൻ ജനത വിശ്വസിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ച അധികാരം മുഴുവനും സ്വന്തം താല്പര്യത്തിന് വേണ്ടി, മകൻ്റെ താല്പര്യത്തിന് വേണ്ടി, ഇഷ്ടക്കാരുടെ താല്പര്യത്തിന് വേണ്ടി, പാർട്ടിയിലെ സിൽബന്ദികളുടെ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിച്ച പ്രസിഡൻ്റ് എന്ന നിലക്കായിരിക്കും ജോ ബൈഡന് ഇനി വരാൻ പോകുന്ന തലമുറ അല്ലെങ്കിൽ ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുക. അല്ല, മറ്റൊന്നില്ലേ സാറേ, ഈ യുദ്ധം ഉണ്ടല്ലോ, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപ് പ്രസിഡൻ്റായിട്ട് വരാൻ പോവുകയാണെന്ന് ഉറപ്പായിട്ടും അതുവരെ ഉണ്ടായിരുന്ന നയം മാറ്റിയിട്ട് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്ത് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അതായത് ധാർമ്മികതയില്ല. അല്ല, ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിച്ചു കീറുന്ന പ്രകൃതമാണ് എൻ്റേത്. പ്രായം ഇത്രയായിട്ടും ഒരു മനുഷ്യൻ പ്രായം കൊണ്ട് നന്നാകില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ജോ ബൈഡൻ. ഇനി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം അതൊരു സങ്കല്പമല്ല, അതൊരു റിയാലിറ്റിയാണ്. അതിൻ്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ജോർജ് സോറോസാണ്. ജോർജ് സോറോസ് ഒരു ഈവിൾ ജീനിയസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാശത്തെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയാണ്. ശകുനിയാണ് അയാൾ. ശകുനി ബുദ്ധിയില്ല എന്നാരും പറയില്ലല്ലോ. സാമാന്യ ബുദ്ധിയായിരുന്നു. ഇയാൾക്കും അത് തന്നെയാണ്. പരമയോഗ്യനായ ഒരു ഫിലോസഫർ ഓഫ് സയൻസ് ഉണ്ട്, കാൾ പോപ്പർ എന്ന് പറഞ്ഞിട്ട്. ആ കാൾ പോപ്പറുടെ സ്റ്റുഡൻ്റാണ് ഇയാൾ. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഫിലോസഫി ഡിഗ്രിക്കും പി ജിക്കും കൂടെ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ മോഹം, സോറോസിൻ്റെ മോഹം, ഫിലോസഫി പ്രൊഫസറാകണമെന്നായിരുന്നു. പക്ഷെ അതിനുള്ള മെരിറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വഴിതെറ്റി ഫിനാൻസിലേക്ക് തിരിഞ്ഞു വരുന്നത്. കാൾ പോപ്പറിൻ്റെ ഒരു സംഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രത്തിൻ്റെ യുക്തിഘടന എന്ത്. നമ്മുടെ നാട്ടിലെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ വിശദമായി ചർച്ച അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തും NGO യൂണിയനും അതുപോലുള്ള തൊഴിലാളി ഈ സർക്കാർ സംഘടനകളും ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം പ്രത്യേകിച്ച് ഗവേഷണം നടത്തേണ്ട ഒന്നാണ്. കാരണം അവർ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യം, ശാസ്ത്രത്തിൻ്റെ തത്വം ജനങ്ങൾ അറിയേണ്ട ഒരു വിഷയമേ അല്ല. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണോ? അറിയേണ്ട ഒരു കാര്യവും നമുക്കില്ല. ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആ ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിനകത്ത് യാത്ര ചെയ്യാം. ബാക്കിയൊക്കെ അതിന് ആളുകളുണ്ടല്ലോ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കൂടി പഠിച്ചിട്ട് വേണം ബസ്സിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടനയാണ്. അത് ആരൊക്കെ ചേർന്നുണ്ടാക്കിയാലും അതിൻ്റെ നെറ്റ് റിസൾട്ട് ഇതായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം ശാസ്ത്രം പ്രചരിപ്പിച്ച് പിന്നെ പരിസ്ഥിതിയിലേക്ക് വന്ന് എവിടെ ഒരു വൾണറബിൾ ഏരിയ ഉണ്ടോ ആ വൾണറബിൾ ഏരിയയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. മുദ്രാവാക്യത്തിന് ന്യായമുണ്ട്, ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. അപ്പോൾ പിന്നെ എന്തും ആകാം. എന്തും ആകാം.
ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ജ്ഞാനമാണെന്നാണല്ല കാൾ പോപ്പർ പറയുന്നത്. ശാസ്ത്രത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്രം, ലോജിക് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് പുസ്തകത്തിൻ്റെ പേരാണ് ലോജിക് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറി, LSD എന്ന് പറയും. അത് ഗംഭീരമായ വർക്കാണ്. അതിൽ അദ്ദേഹം പറയണത് ശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾക്ക് യാതൊരു യുക്തിയുമില്ല, ലോജിക്കുമില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഈ പരീക്ഷണം നടത്തി നിരീക്ഷണത്തിലൂടെ ഉറപ്പിച്ചതിന് ശേഷമല്ല ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച്, ലോ ഓഫ് ഗ്രാവിറ്റി ആൻഡ് റിലേറ്റിവിറ്റി സ്വഭാവത്തെക്കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞത്. 2 ചെറുപ്പക്കാർ 26 വയസ്സും 27 വയസ്സും, മൈക്കിൾസൺ എന്നും മോർലി എന്നും പറഞ്ഞ് 2 പേര്. ഈ 2 പേര് ന്യൂട്ടൻ്റെ സങ്കല്പങ്ങളെ ഓരോന്നോരോന്നായി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണം നടത്തിയാണ്. അപ്പം ന്യൂട്ടൻ പറഞ്ഞ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വലിയ കാവിറ്റിയാണ്, ഒരു മഹാഗർഭപാത്രം. അതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈഥർ. ആ ഈഥറിനകത്താണ് ഈ സകല ചരാചരങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഗോളങ്ങളൊക്കെ ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഈ ഈഥറിനകത്ത് കിടന്ന് ഒരു ഗോളം ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു കറണ്ട് രൂപപ്പെട്ടു വരും, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. ഇവിടെ അനുകൂലമാകുമ്പോൾ ഇവിടെ പ്രതികൂലമാകും. അപ്പോൾ ആ കറണ്ടിൻ്റെ വെലോസിറ്റിയുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രകാശത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈഥറിൻ്റെ വെലോസിറ്റി അറിയാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സങ്കല്പിച്ചത്. ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ അനലൻ ദേ ഫിസിക് എന്ന് അനൽസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ജേണലിൽ അവരവരുടെ അനുഭവം എഴുതി. ഞങ്ങളിങ്ങനെ എക്സ്പെരിമെൻ്റൊക്കെ കണ്ടക്ട് ചെയ്ത് നടത്തി നോക്കി, വിജയിച്ചില്ല. അപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഒന്നുകിൽ ഈഥർ ഇല്ല എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നില്ല. 2-ലേതെങ്കിലും ഒന്നാണ്. അപ്പോൾ ഈ ന്യൂട്ടന് ഒരു അപ്രമാദിത്വമുണ്ട്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടായിരുന്നു, ഗോഡ് സെഡ് ലെറ്റ് ദർ ബി യൂണിവേഴ്സ് ആൻഡ് ദർ വാസ് യൂണിവേഴ്സ്. അഗെയിൻ ഗോഡ് സെഡ് ലെറ്റ് ന്യൂട്ടൻ ബി ദർ ടു റിവീൽ ദ സീക്രസി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ റിവീൽഡ്. ദൈവം പറഞ്ഞു പ്രപഞ്ചം ഉണ്ടാകട്ടെ, പ്രപഞ്ചം ഉണ്ടായി. ദൈവം പറഞ്ഞു ന്യൂട്ടൻ വന്ന് അതിൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കട്ടെ, അങ്ങനെ വെളിവാക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരിത് പറഞ്ഞത്. തൻ്റെ കിടക്കയിൽ ചാരിക്കിടന്നുകൊണ്ടാണ് ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇത് വായിക്കുന്നത്. ഇത് വായിച്ചിട്ട് പറഞ്ഞു ദർ ഈസ് നോ ഈതർ ആൻഡ് എർത്ത് മൂവ്സ്. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഇത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. ഇവരുടെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ സയൻറ്റിഫിക് ഡിസ്കവറീസ് ഒരിക്കലും യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ സയൻറ്റിഫിക് പ്രാക്ടീസ് നിങ്ങൾക്ക് അതിന് യുക്തി വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. ഈ വ്യത്യാസം അറിയാത്ത ലോകത്തിലെ പ്രധാനപ്പെട്ട വിഭാഗക്കാരിൽ ഒരു കൂട്ടരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ. അവർക്കിതറിയില്ല. ഇതിന് ശേഷം പോപ്പർ എഴുതിയ വേറൊരു പുസ്തകമാണ് ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ്. അതിൽ നിന്നാണ് ജോർജ് സോറോസ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. 3 ശത്രുക്കളെയാണ് പോപ്പർ കണ്ടെത്തിയിരിക്കുന്നത്: പ്ലേറ്റോ, ഹെഗല്, കാറൽ മാർക്സ്. ഈ 3 പേരും തുറന്ന സമൂഹത്തിനെതിരാണ്, അതുകൊണ്ട് അവരെ വർജിക്കണം എന്നാണ് ആ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം. 3ാമത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, കൺജക്റ്റേഴ്സ് ആൻഡ് റെപ്യൂട്ടേഷൻസ്. കൺജക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തെളിയിക്കാനോ സ്ഥാപിക്കാനോ കഴിയാത്ത നരേറ്റീവ്സാണ് കൺജക്റ്റേഴ്സ്. കാരണം അത് വസ്തുതകളെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. വസ്തുതകളെ ആശ്രയിച്ച് നിലനിൽക്കാത്ത കൺജക്റ്റേഴ്സ്. ആ കൺജക്റ്റേഴ്സിനെ നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന കാര്യം അത് തെറ്റാണെന്ന് തെളിയിക്കാം എന്നല്ലാണ്ട് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. എന്താ കാരണം? ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ വസ്തുതകൾ വേണ്ടി, ഇവിടെ വസ്തുതകളില്ല. അപ്പോൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങളും ഒരുമിച്ചെടുത്തുകൊണ്ടാണ് ജോർജ് സോറോസ് സാമ്പത്തിക രംഗത്തേക്ക് കടന്നത്.
അതിൽ അദ്ദേഹം ആദ്യം എടുത്തത് കൺജക്റ്റേഴ്സാണ്. വൈകാരികമായി മനുഷ്യനിൽ വിക്ഷോഭം വളർത്താൻ കഴിയുന്ന വിധത്തിൽ കൺജക്റ്റേഴ്സ് ഉണ്ടാക്കി ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കുക, നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തകർക്കുക, അവരുടെ നിശ്ചയദാർഢ്യം ഇല്ലാതാക്കുക, അവർക്ക് മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ അവർ പണം പിൻവലിക്കും. അദ്ദേഹം ആദ്യം ചെയ്തത് മറ്റേ ഇതില്ലേ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടില്ലേ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ടാണ് വരുന്നത്. പിന്നെ അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പണക്കാരനാകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ കൺജക്റ്റേഴ്സിൻ്റെ ബിസിനസ് നടത്തണമല്ലോ, അത് പ്രൊപഗണ്ടയാണ്. ആര് നടത്തും? അതിനാണ് അദ്ദേഹം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിലൂടെ NGOകൾ ഉണ്ടാക്കിയത്. എല്ലാത്തിനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം ഇതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് NGO വഴി താൻ ഇങ്ങനെ സമ്പാദിക്കുന്ന പണത്തിൻ്റെ 20% ഇവർക്കാണ് കൊടുക്കുന്നത്. 5 മക്കളുണ്ട്. ഈ 5 മക്കളും ഈ രംഗത്താണ്. 5ാമൻ ഓമന കുഞ്ചുവല്ല, 5ാമൻ കലാകാരനാണ്. അവനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. 3 ഭാര്യമാർ, 5 മക്കൾ. അതിൽ 4ാമത്തെ മകൻ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് മാത്രം പണം ഫണ്ട് ചെയ്യുന്ന ഒരുത്തനാണ്, അലക്സാണ്ടർ സോറോസ്. 2ാം ഭാര്യയിലെ മൂത്ത മകനാണ് അലക്സാണ്ടർ സോറോസ്. 5 മക്കളും അപ്പനെ സഹായിക്കുകയാണ്. ഇയാൾ ജൂതനാണ്, പക്ഷേ ദൈവത്തിൽ വിശ്വാസമില്ല. ബുഡാപെസ്റ്റിൽ ജനിച്ച ആളാണ്. ബുഡാപെസ്റ്റിൽ ജനിച്ചാണ്, ഹംഗറിയാണ്. ഇയാൾ കത്തോലിക്കനാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് നാസികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു ഉഡായിപ്പാണ്. ഇദ്ദേഹമാണ് ലോകത്തുള്ള രാജ്യങ്ങളെ തകർക്കുന്നത്. ഫ്രാൻസിൽ ഇദ്ദേഹത്തിന് വിലക്കുണ്ട്, അനേകം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന് വിലക്കുണ്ട്, അനേകം രാജ്യങ്ങൾ ഇദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ജനിച്ച സ്ഥലമുണ്ടല്ലോ ഹംഗറി, അവിടെ പ്രവേശനമില്ല. ജന്മനാട്ടിൽ അത്ര നൊട്ടോറിയസ് ആയിട്ടുള്ള വിഷജീവിയാണ് ജോർജ് സോറോസ്. ആ വിഷജീവിയുടെ വിഷാംശത്തിൽ പങ്കുപറ്റുന്ന ധാരാളം പേര് ഇന്ത്യയിലുണ്ട്. ഒരുപാട് പേരുണ്ട്. മാധ്യമങ്ങളിലുണ്ട്, സർവകലാശാലകളിലുണ്ട്, മാധ്യമങ്ങൾ തന്നെ അതിനകത്തുണ്ട്. മാധ്യമങ്ങൾ തന്നെയുണ്ട്. ഈ സുനിലെ, നിങ്ങൾ ഈ പഠിച്ച ഒരു ജേർണലിസം ഉണ്ടല്ലോ, ആവേശപൂർവ്വം പഠിച്ചൊരു ജേർണലിസം. കാരണം ഇതിങ്ങനെ വന്ന് നമ്മൾ സത്യത്തിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഇതൊക്കെ പറയുമെന്ന് പറയുന്ന അതില്ല ഇപ്പോൾ ലോകത്ത്. അങ്ങനൊരു ജേർണലിസമേ ഇല്ല. ഇപ്പോൾ ഉള്ള വേറൊരു ജേർണലിസമാണ്, പേര് മാത്രമേ ഉള്ളൂ. എസ്റ്റാബ്ലിഷ്ഡ് ജേർണലിസത്തിൽ മുഴുവൻ ആരെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ജേർണലിസത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നുണ്ടോ? ആരുമില്ല. എൻ്റെ ഒരു സ്നേഹിതനായ പഴയൊരു പത്രപ്രവർത്തകൻ പി രാജൻ പറഞ്ഞു, മാധ്യമങ്ങൾ പൈസ കിട്ടിക്കഴിഞ്ഞാലേ അവരെ നുണ എഴുതാൻ തയ്യാറാകും എന്ന് മാത്രമല്ല, കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നുണ മാത്രം എഴുതാനും പറയാനും അവർ തയ്യാറാകുന്നൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾക്ക്, ഞാൻ ആധികാരികമായി പറയുന്നു, ഈ മാധ്യമങ്ങൾക്ക് ഇന്ത്യയിലും കേരളത്തിലും അടക്കമുള്ള പല മാധ്യമങ്ങൾക്കും ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നുണ്ട്. അക്കാദമിക രംഗത്ത് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് രാഹുൽ ഗാന്ധി ജോർജ് സോറോസിൻ്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി, അത് അവരുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്സാണ്. രാഹുൽ ഗാന്ധിക്ക് ജോർജ് സോറോസുമായിട്ടൊരു ബന്ധമുണ്ട്, അറിയാം. മറ്റേ ബി കെ നെഹ്റുവിൻ്റെ ഭാര്യ ജോർജ് സോറോസിൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ്. ഞാൻ ഒരു കാര്യം പറയാം, സ്വന്തം അമ്മയോട് ജോർജ് സോറോസ് ചെയ്തത് എന്താണെന്നറിയാമോ? അമ്മ വാർദ്ധക്യത്തിൽ മരണം കാത്തു കിടക്കുന്ന സമയത്ത് അമ്മയുടെ എന്ന് ചവിട്ടി പറഞ്ഞ്, ഞാൻ വേണമെങ്കിൽ അമ്മയെ മരിക്കാൻ സഹായിക്കാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ജോർജ് സോറോസ്. സ്വന്തം അമ്മയെ കൊല്ലാം എന്നാണ് പറഞ്ഞതേ, അയാൾ എന്നത് വെളിപ്പെടുത്തിയതാണ്. ഞാൻ ആ പ്രസ്താവന വായിച്ചിട്ടാണ് ജോർജ് സോറോസിനെ തേടിപ്പോകുന്നത്. ഇത്ര ഹീനായി ഈ മനുഷ്യൻ ആരടാ എന്നൊന്നും എനിക്കതിനു മുമ്പ് അറിയില്ലായിരുന്നു ഇയാളെ. പിന്നീടാണ് ഈ കാൾ പോപ്പറുമായിട്ടുള്ള കാര്യം ഇയാളെക്കുറിച്ച് അറിഞ്ഞ് വന്നപ്പോൾ ദുരിത പരിവർജയേതെന്ന് പറയുന്ന രീതിയിൽ വളരെ ദൂരെ മാറ്റി നിർത്തേണ്ട ഒരു വിഷജീവിയാണ്.
അയാളെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? പ്രസിഡൻസ് മെഡൽ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വിലപ്പെട്ട പുരസ്കാരം നൽകിയിരിക്കുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിൽ നിന്ന് ജോർജ് ബൈഡൻ്റെ ലാഭം എത്രയാണ്? ഒന്നുമില്ലാതെ ചെയ്യില്ലല്ലോ. ഇയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൺജക്റ്റേഴ്സ് ഉണ്ടാക്കുക ആൻഡ് യു ഫോർഗെറ്റ് ഇറ്റ്. ഒരു കൺജക്ടർ ഉണ്ടാക്കുക, അത് നിങ്ങൾ എയർ ചെയ്യുക, നിങ്ങൾ എന്നിട്ട് അത് മറന്നു കളയുക, അടുത്ത കൺജക്ടർ ഉണ്ടാക്കുക. അപ്പോൾ കൺജക്റ്റേഴ്സ് ആഫ്റ്റർ കൺജക്റ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം തകർന്നു പോവും. അതാണ് അനാർക്കിസം വേണം. അനാർക്കിസം വരും. അപ്പോൾ ആ ഞാൻ ഒറ്റ കാര്യം ഒന്ന് എടുത്തു നോക്ക്. ബംഗ്ലാദേശിൽ ഇയാൾ എന്തൊരു ഹീനനാണ്. ബംഗ്ലാദേശിലൊരു ജനാധിപത്യം ഉണ്ടായിരുന്നു, അവിടെ ഭരണഘടന ഉണ്ടായിരുന്നു, കോടതി ഉണ്ടായിരുന്നു, അതിലൂടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ജനാധിപത്യത്തിൽ അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ജനാധിപത്യ മാർഗത്തിൽ തന്നെ അതിന് പരിഹാരക്രിയ ചെയ്യാൻ പറ്റും. അതെ, അതിന് ഇയാളെന്താ ചെയ്തത്? 2000 വിദ്യാർത്ഥികൾക്ക് ഫണ്ട് ചെയ്ത് അവരെ കൊണ്ട് സമരം നടത്തിച്ച് ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിനെ പുറത്താക്കി. അയാൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം. ഇത് എവിടെയാണ് ഇതിനകത്ത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉള്ളത്? ഞാൻ എന്താണ് അവരുടെ പേരെന്താണ് ബംഗ്ലാദേശിലെ? ഞാൻ ഷെയ്ഖ് ഹസീന ചെയ്തതൊക്കെ ശരിയാണെന്ന് പറയല്ല. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ജനാധിപത്യ മാർഗത്തിലൂടെ അവരെ ശിക്ഷിക്കാനുള്ള മാർഗമുണ്ടല്ലോ അവിടെ. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം 2000 പേരുടെ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ തള്ളി താഴെയിടുന്നത് എന്ത് ന്യായമുണ്ടതിൽ? 2000 പേരുടെ വയലൻസ് ഉപയോഗിക്കുകയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. പക്ഷേ ഇത് ഈ സോറോസിൻ്റെ കളിയൊക്കെ ഈ 20-ാം തീയതിക്ക് ശേഷം ഉണ്ടാവുമോ? ഇല്ല, ഈ ട്രംപ് കുറേ കൂടി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ബൈഡൻ അങ്ങനെയല്ല. ബൈഡൻ അസാമാന്യമായ കാപട്യക്കാരനാണ്. അതെ അതെ, ഷ്രൂഡാണ്, കാപട്യക്കാരനാണ്, കപടനാട്യക്കാരനാണ്. അപ്പോൾ ബൈഡന് വേണ്ടി ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പ്രസിഡൻറ്റും ഇങ്ങനെ ചെയ്തിട്ടില്ല. തത്തുല്യമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഇന്ത്യയിലാണ്. അതിങ്ങനെയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, decided to confer Bharata Ratna on Pandit Jawaharlal Nehru, and Pandit Jawaharlal Nehru kindly consented to accept it. ഇതുപോലത്തൊരു നാണം കെട്ട പരിപാടി വേറെ ലോകത്ത് പിന്നെ ചെയ്തിട്ട് ഞാൻ അതായിരിക്കും ലോകത്തിലെ ഏറ്റവും, പക്ഷെ അല്ല, ഇപ്പം അത് മാറിയിട്ട് ഇതായിട്ട് വന്നു. ഏതായാലും ട്രംപ് വന്നാൽ ഒരുപക്ഷെ ജോർജ് സോറോസിൻ്റെ നല്ല കാലം അവസാനിക്കുമായിരിക്കും. ജോർജ് സോറോസിൻ്റെ നല്ല കാലം അല്ലെങ്കിൽ തന്നെ തീർന്നു പോകും. കാരണം സ്വയംകൃതാനർത്ഥങ്ങളിലൂടെ അത് ചെന്നപ്പെടും. സത്യമല്ലല്ലോ ഇതിനകത്ത്. അതെ, ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലല്ലോ ഇയാളുടെ ഒരു പ്രവൃത്തിയിലും. സ്വന്തം അമ്മയെ കൊല്ലാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു മകൻ, ഞാൻ ജൂതനാണ് പക്ഷേ എനിക്ക് ജൂതമതത്തിലോ ദൈവത്തിലോ വിശ്വാസമില്ല, ജൂതർക്കൊരു രാജ്യം വേണം എന്നുള്ള അവരുടെ ആഗ്രഹം ശരിയാണ്, പക്ഷേ ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്യില്ല, എനിക്ക് സ്ഥിരതയിൽ വിശ്വാസമില്ല, ഇതൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കി കാശ് കൊടുത്ത് ആളുകളെ വാങ്ങിക്കുന്ന പ്രാഗ്മാറ്റിസം, ആ പ്രാഗ്മാറ്റിസത്തിൻ്റെ ഫലം കിട്ടി ഇയാൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. കാരണം ഒരു ഭരണാധികാരി, അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരി എത്രക്ക് മലിനപ്പെടും എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയാളെ കണ്ട ഈ പട്ടിക നോക്കിയാൽ മതി അല്ലേ? ഈ പട്ടിക നോക്കിയിട്ട്, അല്ല ജോർജ് സോറസ്, ഹിലാരി ക്ലിൻ്റൺ, കമല ഇല്ലായിരുന്നത് എന്തുകൊണ്ട്? കമല ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 19 പേരുടെ പത്രികയുണ്ട്, അത് മുഴുവൻ വായിച്ചു നോക്കേണ്ട കാര്യമില്ലോ എന്നൊരു നോക്കിയില്ല. ചിലപ്പോൾ കമലയും കണ്ടേക്കാം, നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നമ്മൾ ഈ ജോർജ് പിന്നെ വേറൊരു കാര്യമുണ്ട്,
ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുത്തേക്കാൻ ചിലപ്പോൾ കൊടുത്തേക്കാം. കാരണം മഹാന്മാരാണല്ലോ. അതെ. ഏതായാലും സാർ, നമ്മൾ ഈ ജോർജ് സോറോസിനെ കുറിച്ച് കഴിഞ്ഞ് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കൃത്യമായി അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു പശ്ചാത്തലത്തിൽ സോറോസിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ സംസാരിക്കുന്നത്. സാറിൻ്റെ ഈ വെർഷൻ എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് മീഡിയയിൽ വരുന്നത്. ഏതായാലും ABC-യിലൂടെ വന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.